ये मुसलमानों के विरुद्ध नहीं सोचता है हिंदू। आज के मुसलमानों के उस समय पूर्वज भी हिंदू थे। या ये भी नहीं करना चाहिए, हमको झगड़ा क्यों बढ़ाना है। ज्ञानवापी के बारे में हमारी कुछ श्रद्धाएं हैं, परंपरा से चलती आई, हम कर रहे ठीक है, परंतु हर मस्जिद में शिवलिंग क्यों देखना। ജൂൺ മാസം 2022 വാരാണസി. ഗ്യാൻവാപ്പി മസ്ജിദിൽ ഹിന്ദുക്കൾ അവകാശമുന്നയിച്ച് കോടതിയിൽ കേസ് നടക്കുന്ന സമയം. അന്ന് RSS സർസംഘചാലക് മോഹൻ ഭാഗവത് പറഞ്ഞത് ഹിന്ദുക്കൾ മുസ്ലിങ്ങൾക്കെതിരല്ല എന്നായിരുന്നു. മുസ്ലിങ്ങളുടെ മുൻഗാമികൾ ഹിന്ദുക്കളായിരുന്നു. ഇന്ത്യയിൽ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടത് ഹിന്ദുക്കളുടെ സ്വത്വമില്ലാതാക്കാനാണെന്ന് പലരും കരുതി. തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് പലരും ഇന്ന് ആവശ്യപ്പെടുന്നു. ഓരോ ദിവസവും പുതിയ പുതിയ അവകാശവാദങ്ങൾ ഉന്നയിക്കരുത്. സംഘർഷം രൂക്ഷമാക്കുന്നത് എന്തിനാണ്? ഗ്യാൻവാപ്പിയിൽ ഹിന്ദു വിശ്വാസം പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. എന്തിനാണ് ഓരോ പള്ളിയിലും ശിവലിംഗം തേടി പോകുന്നത്? RSS തലവന്റെ നാഗ്പൂരിലെ ഈ പ്രസംഗം ഇപ്പോൾ രാജ്യത്തെ വിവാദ സംഭവങ്ങളിൽ കൂടി ചേർത്ത് വായിക്കപ്പെടേണ്ടതുണ്ട്. സംബലിലെ ഷാഹി ജമാ മസ്ജിദിലും അജ്മീറിലെ അജ്മീർ ഷെരീഫ് ദർഗയിലും മേലും കോടതിയിൽ ഹിന്ദു വിഭാഗം അവകാശം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും BJPയോ RSSോ പരസ്യമായി ഈ വാദത്തെ അനുകൂലിച്ച് രംഗത്തു വന്നിട്ടില്ല. ഇന്ത്യയിലെ ഹിന്ദുക്ഷേത്രങ്ങൾ ഇസ്ലാമിക അധിനിവേശത്തിൽ തകർക്കപ്പെട്ടുവെന്ന RSS വാദത്തോട് ചേർന്നു നിൽക്കുന്നതാണെങ്കിലും സംബലിലും അജ്മീറിലും RSS മൗനം തുടരുകയാണ്. ഇത്തരത്തിൽ ഒരുപാട് മുസ്ലിം ആരാധനാലയങ്ങൾക്ക് മേലുള്ള ഹിന്ദു വിഭാഗത്തിന്റെ അവകാശവാദം കാശി, മധുര എന്നിവിടങ്ങളിൽ ക്ഷേത്ര നിർമ്മാണമെന്ന ആവശ്യത്തെ ദുർബലപ്പെടുത്തുമെന്ന് RSS കണക്കുകൂട്ടുന്നു. ദി ഇന്ത്യൻ എക്സ്പ്രസിന് ഒരു RSS നേതാവ് നൽകിയ പ്രതികരണത്തിൽ പറഞ്ഞത് തങ്ങളുടെ 3 ആവശ്യങ്ങൾ അയോധ്യ രാമക്ഷേത്രം, പിന്നെ കാശിയും മധുരയും എന്നാണ്. എന്നാൽ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നായും മുസ്ലിം ആരാധനാലയങ്ങൾക്ക് മേൽ ഹിന്ദു അവകാശവാദം ഉയരുന്നത് തങ്ങളുടെ യഥാർത്ഥ ആവശ്യത്തെ ദുർബലപ്പെടുത്തുമെന്നും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു RSS നേതാവിനെ ഉദ്ധരിച്ച് ദ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി RSS തലവന്റെ പ്രസംഗത്തിലേക്ക് തിരികെ വന്നാൽ വളരെ പ്രസക്തമായ ചില വാദങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പള്ളികൾക്കകത്ത് നടക്കുന്നതും പ്രാർത്ഥനയാണ്. അത് പുറത്തുനിന്ന് വരുന്നു എന്നുള്ളത് ശരിയാണ്. എന്നാൽ മുസ്ലിങ്ങൾ പുറത്തു നിന്നുള്ളവരല്ല. അവർ അക്കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ ആ വിശ്വാസം തുടരുന്നത് തീർത്തും സ്വീകാര്യവുമാണ്. ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസത്തെ RSS എതിർക്കുന്നുമില്ല എന്നായിരുന്നു മോഹൻ ഭാഗവത് പറഞ്ഞത്. എന്നാൽ സർസംഘചാലകന്റെ നിലപാട് സംഘപരിവാറിൽ കാര്യമായി അനുകൂലിക്കപ്പെട്ടില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പകരം മധ്യപ്രദേശിലെ ദറിൽ കമൽ മൗല പള്ളിയിലും ഡൽഹിയിലെ കുത്തബ് മീനാറും ആഗ്രയിലെ താജ്മഹലും ഹിന്ദു ആരാധനാലയങ്ങളായിരുന്നു എന്ന വാദം സംഘപരിവാറിൽ ശക്തിപ്പെടുകയാണുണ്ടായത്. ഹിന്ദു സമൂഹം ഇന്ത്യയിൽ നേരിട്ട ചരിത്രപരമായ അനീതി തിരുത്തപ്പെടേണ്ടതാണെന്ന നിലപാട് RSS കേഡറുകളിൽ നിലനിന്നതാണ് മോഹൻ ഭാഗവതിന്റെ നിലപാട് വേണ്ടവിധം സ്വീകരിക്കപ്പെടാതെ പോകാൻ കാരണമായതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ മതവൈകാരികത ശക്തമായി ജാർഖണ്ഡ്, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകളിലും പ്രതിഫലിച്ചു. അജ്മീറിലും സംബലിലും കോടതി വ്യവഹാരം എങ്ങനെ മുന്നോട്ടു പോകുന്നു എന്നത് വിലയിരുത്തിയ ശേഷം അതിൽ നിലപാട് പറയാമെന്ന നിലയിലാണ് RSS ഇപ്പോൾ. സംബലിൽ വിചാരണ കോടതി നടപടികൾ നിർത്തിവെച്ച സുപ്രീം കോടതി സർവേ റിപ്പോർട്ട് സീൽഡ് കവറിൽ സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിരുന്നു. ഒപ്പം മസ്ജിദ് കമ്മിറ്റിക്ക് ഹൈക്കോടതിയെ സമീപിക്കാനും സുപ്രീം കോടതി അനുവാദം നൽകി. ഗ്യാൻവാപ്പി പള്ളി, മധുര ഈദ്ഗാഹ് പള്ളി എന്നിവയാണ് RSSന്റെ പ്രഥമ പരിഗണനയിലുള്ളത്. അയോധ്യ വിവാദം കത്തി നിൽക്കുന്നതിന് മുൻപ് തന്നെ രാജ്യത്തെ പല പള്ളികളുമായി ബന്ധപ്പെട്ട സമാനമായ ആവശ്യങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും അതൊന്നും RSSന്റെ പ്രധാന ആവശ്യങ്ങളായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വാദങ്ങളെ RSS തീർത്തും തള്ളുന്നതുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട RSS നേതാവിൻ്റെതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ടിൽ പറയുന്ന വാദം ഓരോന്നിലും വിഷയാധിഷ്ഠിതമായ നിലപാട് സ്വീകരിക്കും എന്നാണ്. ഇവയിൽ യഥാർത്ഥ ആവശ്യങ്ങളുണ്ടെങ്കിൽ അതിനെ പരിഗണിച്ചേ മതിയാകൂ. രാജ്യത്തെ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ശരിയായ കാഴ്ചപ്പാടിൽ വേണം അതിൽ നിലപാടെടുക്കാൻ. അതിനെല്ലാം മുകളിൽ ഇവിടെ വഖഫ് വിഷയമുണ്ട്.
രാജ്യത്ത് ഇഷ്ടമുള്ള സ്വത്തിൽ അവകാശവാദം ഉന്നയിക്കാനാകുന്ന സാഹചര്യമാണ്. സമ്പലിൽ ആദ്യം വേണ്ടത് സമാധാനമാണ്. അവിടുത്തെ തർക്കവിഷയം പിന്നീട് പരിഗണിക്കാമെന്നായിരുന്നു RSS നേതാവിന്റെ പ്രതികരണം. രാജ്യത്തെ ഹിന്ദു സമൂഹത്തിന് മുകളിൽ RSSന് നിയന്ത്രണമില്ലെന്നും മോഹൻ ഭാഗവതിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുമുണ്ട്. ചില വ്യക്തികൾ രാഷ്ട്രീയ നേട്ടത്തിനും ശ്രദ്ധ പിടിച്ചുപറ്റാനും വേണ്ടി ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുകയാണെന്ന നിലപാട് RSSൽ ചില നേതാക്കൾക്കുണ്ട്. കേന്ദ്രത്തിൽ BJP ഭരിക്കുന്നതിനാൽ പലരും സംഘപരിവാറായി ചമഞ്ഞ് ശ്രദ്ധ നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ RSSന് ഇത്തരം ഹ്രസ്വ ലക്ഷ്യങ്ങളില്ലെന്നും സംഘം അച്ചടക്കമുള്ള സംഘടനയാണെന്നും ഇവർ പറയുന്നുണ്ട്. രാമക്ഷേത്രവാദം ഉന്നയിച്ചത് ഹിന്ദു സമൂഹത്തിന്റെ ആത്മാഭിമാനം ഉയർത്താനും അവർക്ക് ആത്മവിശ്വാസമേകാനുമാണെന്ന് മറ്റൊരു RSS നേതാവ് പറഞ്ഞതായും റിപ്പോർട്ടിലുണ്ട്.